വേദനയിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ നുറുങ്ങിയിരിക്കും, നമ്മുടെ മനസ്സ് വളരെ തകർന്നിരിക്കും. ആ സമയത്തും ദൈവവചനം പറയുന്നു, പ്രാർത്ഥിക്കണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കണം. പക്ഷേ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ശബ്ദം പുറത്തേക്ക് വരണമെന്നില്ല. അപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ഞെരുക്കങ്ങളും ഹൃദയത്തിലെ നെടുവീർപ്പുകളും ദൈവം അറിയുന്നു. മനസ്സ് തകർന്നിരിക്കുമ്പോൾ ദൈവം നമ്മൾ പറയാതെ തന്നെ നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളെ വിടുവിക്കുവാൻ, നമ്മുടെ മുറിവുകളെ കെട്ടി നമ്മളെ ആശ്വസിപ്പിച്ച്, മകനെ മകളെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച് എത്രയോ പ്രാവശ്യങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതാണ് സങ്കീർത്തനക്കാരനും പറയുന്നത്. സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നത്, ആ സമയത്ത് ആരുമില്ല എന്ന് ചിന്തിക്കരുത്. ആ സമയത്തും ദൈവം നമ്മുടെ അടുക്കലുണ്ട്. നമ്മുടെ കണ്ണീര് തുടയ്ക്കുന്ന ദൈവം, നമ്മളെ കൺമണി പോലെ കാക്കുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാർമേഘം പോലെ ഇരുട്ടായിട്ട് വന്നാലും, എത്ര അന്ധകാരത്തിൻ്റെ നടുവിൽ നമ്മളിരുന്നാലും അവിടെയും വന്ന് വിടുവിക്കുവാൻ ഈ ദൈവം ശക്തൻ. ഈ ദൈവത്തെ സ്തുതിക്കാൻ. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോൽ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോൽ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, വേദനകളെ മാറ്റുന്ന ദൈവം, കഷ്ടങ്ങളെ മാറ്റുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ നുറുക്കങ്ങളെ കാണുന്ന ദൈവം, ഈ ദൈവം നമ്മുടെ കൂടെ എന്നും ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ അരികിലുണ്ട്. ധൈര്യമായിരിക്കുക, നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.